പാലക്കാട് ഇലക്ഷൻ പ്രചരണങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ രാഷ്ട്രീയ ചാണക്യതന്ത്രങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളും കൊണ്ട് കലുഷിതമാവുകയാണ് പാലക്കാടൻ മണ്ണിലെ അങ്കത്തട്ട്. ഇത്തവണ ചർച്ചാ വിഷയമാകുന്നത് ബി കുത്തിപ്പൊക്കിയ ഒരു പഴയ ഫോട്ടോയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിജയാഘോഷത്തിന്റെ ഭാഗമായി ആഹ്ലാദിക്കുന്ന NMR റസാഖിനെയാണ് ഫോട്ടോയിൽ കാണുന്നത്. LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി MNR റസാഖ് UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിജയാഹ്ലാദത്തിൽ പങ്കെടുത്തുവെന്ന BJPയുടെ ഈ ആരോപണം വോട്ടർമാർക്കിടയിൽ വലിയ ചർച്ചയായി കഴിഞ്ഞു. കോൺഗ്രസും CPM-ഉം തമ്മിലുള്ള രഹസ്യധാരണയുടെ പരസ്യമായ തെളിവാണ് ഇതെന്നാണ് BJP ഉയർത്തുന്ന പ്രധാന വാദം. എന്നാൽ ഈ ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണെന്നും BJPയുടേത് വെറും പരാജയ ഭീതിയാണെന്നും MNR റസാഖ് തിരിച്ചടിക്കുമ്പോൾ പാലക്കാട്ടെ തിരഞ്ഞെടുപ്പ് ഗോതയിൽ ആരോപണങ്ങളുടെ തീപ്പൊരി പടരുകയാണ്. പാലക്കാട്ടെ രാഷ്ട്രീയ അന്തരീക്ഷത്തെ ചൂടുപിടിപ്പിച്ചുകൊണ്ട് പുതിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ് BJP. LDF സ്ഥാനാർത്ഥി MNR റസാഖ് മുൻപ് കോൺഗ്രസ് പ്രവർത്തകനായിരുന്നുവെന്നും UDFന്റെ ആഹ്ലാദ പ്രകടനങ്ങളിൽ സജീവമായി പങ്കെടുത്തിരുന്നുവെന്നുമാണ് BJPയുടെ ആക്ഷേപം. രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ച സമയത്ത് വിക്ടോറിയ കോളേജിന് മുന്നിൽ നടന്ന വിജയാഹ്ലാദത്തിൽ റസാഖ് പങ്കെടുത്തുവെന്ന് ആരോപിക്കുന്ന ഈ ചിത്രങ്ങൾ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു കഴിഞ്ഞു. LDF-ഉം UDF-ഉം ഒരേ നാണയത്തിന്റെ രണ്ടു വശങ്ങൾ എന്ന തലക്കെട്ടോടെയാണ് BJP ഈ ചിത്രങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. പരാജയ ഭീതി പൂണ്ട ഇടതുപക്ഷം BJPയെ തോൽപ്പിക്കാൻ കോൺഗ്രസിന് വോട്ട് മറിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് റസാഖിനെ സ്ഥാനാർത്ഥിയാക്കിയതെന്നാണ് BJPയുടെ രാഷ്ട്രീയ ആരോപണം. എന്നാൽ ഈ ആരോപണങ്ങളെ പുച്ഛിച്ചു തള്ളുകയാണ് NMR റസാഖ്. ഇപ്പോൾ പ്രചരിക്കുന്ന ചിത്രങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിജയാഹ്ലാദത്തിന്റേതല്ലെന്നും മറിച്ച് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന ഘട്ടമായ കൊട്ടിക്കലാശ ദിവസം എടുത്തതാണെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. തന്റെ രാഷ്ട്രീയ നിലപാടുകളിൽ വ്യക്തതയുണ്ടെന്നും വ്യക്തിപരമായ സൗഹൃദങ്ങളെ രാഷ്ട്രീയവുമായി കൂട്ടിക്കുഴയ്ക്കേണ്ടതില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു. അതേസമയം BJPയും CPM-ഉം തമ്മിലുള്ള ഈ വാക്പോരിൽ തൽക്കാലം കക്ഷിയാകേണ്ടതില്ലെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ തീരുമാനം. LDF BJP ഡീൽ എന്ന തങ്ങളുടെ പഴയ ആരോപണത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന UDF റസാഖിനെതിരായ പുതിയ വിവാദങ്ങൾ തങ്ങൾക്ക് ഗുണകരമാകുമെന്ന പ്രതീക്ഷയിലാണ്. പോരാട്ടം അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഈ ഫോട്ടോ വിവാദം വോട്ടർമാരുടെ മനസ്സിനെ എങ്ങനെ സ്വാധീനിക്കുമെന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്.